റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം റിച്ച് ആയിട്ടുമായിരിക്കും അല്ലേ? എന്നാൽ അധികം കഷ്ടപ്പെടാതെ നല്ല കാണാനൊക്കെ നല്ല മുഞ്ചുള്ള എന്നാൽ ടേസ്റ്റിലും ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഒരു കറിയാട്ടോ. ഇതിനാണെങ്കിൽ സവാള വയറ്റി കഷ്ടപ്പെടേണ്ട, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. കുറച്ച് സവാളയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് റെഡിയാക്കാം. എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? എടോ, അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. എടോ, ഇത് ഉണ്ടാക്കാൻ ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് ഒരു 2 സവാള അത്യാവശ്യം നീളത്തിൽ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള ഒന്ന് ഒരുപാട് വഴറ്റി കളറൊന്നും മാറ്റിയെടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വന്നാൽ മതിയാവും. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റിലൊക്കെ ആട്ടോ ഇത് കിട്ടുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കറി ആട്ടോ. നമുക്ക് നല്ല ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഈ പൊട്ടറ്റോ ഒക്കെ ഇതിന്റെ കൂടെ ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കും. നോമ്പ് സമയമൊക്കെ ആകുമ്പോഴേ എന്തെങ്കിലും ഇതുപോലെ റിച്ച് ആയിട്ടുള്ള കഴിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് കഴിയാൻ വേണം, അധികം സമയമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ ഇത്. ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് വേവാൻ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിലും താഴെയായിട്ടാട്ടോ ഞാൻ വെള്ളം ആഡ് ചെയ്തേക്കുന്നത്. ചേർത്ത് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരും കേട്ടോ. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്നു നോക്കുക. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഈ പൊട്ടറ്റോ വെന്തോന്നറിയാൻ ഇതൊന്ന് ഞെക്കി നോക്കിയാൽ മതി. അപ്പൊ രണ്ടായിട്ട് പെട്ടെന്ന് തന്നെ മുറിഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ വെന്തതാണ് കേട്ടോ അർത്ഥം. ഇത് ഇത്ര എടുത്തു പറയാൻ എന്തിരിക്കുന്നാവൂലേ? ചിലർക്ക് അറിയില്ലായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചിക്കൻ മസാല ആട്ടോ ചേർത്ത് കൊടുത്തത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. പക്ഷെ ചിക്കൻ മസാല ആട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് കൊടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഈ മസാല ഒന്ന് നന്നായിട്ട് നിരത്തി വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മുട്ടയാട്ടോ ഞാൻ ചേർക്കുന്നത്. അത് ആദ്യമേ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിച്ച് അതങ്ങ് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഇതിങ്ങനെ ഉടഞ്ഞു പോവാതെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ മുട്ട പൊട്ടിച്ചപ്പോഴത്തേനും എല്ലാം ഒരുമാതിരി ഉടഞ്ഞു വല്ലാത്ത കോലമായിട്ട് മാറിട്ടോ. അപ്പൊ ഇത് ഉടഞ്ഞു പോവാതെ ഇങ്ങനെ 3 അതിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. എനിക്ക് അത്ര ജന്മസിദ്ധമായ കഴിവൊന്നും ഇല്ല. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് ആ മുട്ടയ്ക്ക് ആവശ്യത്തിന് വേണ്ടി കുറച്ച് മാത്രം പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ചീസ് സ്ലൈസ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ ചീസ് സ്ലൈസും കൂടെ വെച്ച് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ അങ്ങോട്ട് വിതറി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ മല്ലിയിലൊക്കെ ഇല്ലെങ്കിലൊക്കെ ഒഴിവാക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഈ മുട്ടയൊക്കെ വേവുന്നവരെയും ഒന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അവിടെ നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. തുറക്കുമ്പോഴേ നല്ലൊരു മണമൊക്കെ അങ്ങോട്ട് വരും കേട്ടോ. കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാട്ടോ. ഇത് ഇതുപോലെ അങ്ങോട്ട് എടുത്ത് ദോശയുടെ കൂടെയോ അപ്പത്തിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് അങ്ങോട്ട് വെച്ച് കഴിക്കട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.